കൊന്നിച്ച സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് വൺ പീസിന്റെ ചാപ്റ്റർ 1133 ആണ്. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വൺ പീസിന്റെ ഇതിനു മുമ്പിട്ട എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടെന്ന് എന്തായാലും ഉറപ്പുവരുത്തണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ ഐ ബട്ടണിലും കൊടുത്തേക്കാം. സോ ഈ വീഡിയോക്ക് ചെറിയൊരു ടാർജറ്റ് കൂടെ വെക്കുന്നുണ്ട്. വെറും 500 ലൈക്സ് ആണ് ഞാൻ ഈ വീഡിയോക്ക് വെക്കുന്ന ടാർജറ്റ്. സിമ്പിൾ ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. അങ്ങനെ ചാപ്റ്റർ തുടങ്ങുന്നത് 22 വർഷങ്ങൾക്ക് മുമ്പ് ഒഹാറയിൽ സംഭവിച്ച ഒരു കാര്യം കാണിച്ചുകൊണ്ടാണ്. അവിടെ ഒരു സിവിലിയൻ ഇവാക്യുവേഷൻ ഷിപ്പ് പെട്ടെന്നായിരുന്നു തീ പിടിച്ച് നശിച്ചു പോകുന്നത്. പിന്നെ ഒരു ഇന്റർവ്യൂയിലേക്കാണ് പോകുന്നത്. അയാൾ അവിടെ പറയുന്നുണ്ട്, ഞാൻ അന്ന് അവിടെ കേട്ട കരച്ചിലുകൾ ഇന്നും എന്റെ കാതിൽ നിർത്താതെ മുഴങ്ങുന്നുണ്ട്. അന്ന് അവിടെ കണ്ട കാഴ്ച എന്റെ ജീവിതം മുഴുവൻ വേട്ടയാടുന്ന ഒരു കാഴ്ചയായിരുന്നു. അതെനിക്ക് ഒരിക്കലും തന്നെ മറക്കാൻ സാധിക്കത്തില്ല. അപ്പൊ ഇന്റർവ്യൂ എടുക്കാൻ വന്നൊരാൾ പറയുന്നുണ്ട്, അത് നിക്കോ റോബിൻ കാരണമായിരുന്നു. അതെ, അവളൊരു സാധാരണ 8 വയസ്സുകാരത്തിയല്ല. അവൾ ഇവിടെ ഉണ്ടെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ കുട്ടികളുടെയും ഭാവി നശിച്ചിരിക്കും. അങ്ങനെ നമ്മുടെ വേൾഡ് ഗവൺമെന്റ് റോബിനെ തപ്പി ഇറങ്ങുന്നുണ്ട്. അതേസമയം തന്നെ അവർ പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. അവളെ കണ്ടു കഴിഞ്ഞാൽ റിപ്പോർട്ട് മാത്രമേ ചെയ്യാവുള്ളൂ, അവളുടെ അടുത്തേക്ക് പോകാൻ പാടില്ല എന്ന്. പെട്ടെന്ന് ഒരു കിളവ് കിടന്ന് കാറും. ഞാൻ അവളെ കണ്ടു. അവൾ ആ ക്രൂരമായ കണ്ണുകൾ കൊണ്ട് എന്നെ തുറച്ചു നോക്കി. അവളുടെ മേത്ത് ചെറിയൊരു കുറ്റബോധം പോലും ഞാൻ കണ്ടില്ല. അങ്ങനെയാണ് റോബിന്റെ മേത്ത് ആ ഒരു ബൗണ്ട് വരുന്നത്. ഇത് കാണുന്ന തന്നെ കുറെ അധികം ആൾക്കാർ അവളെ കൊല്ലാനും വേണ്ടി ഇറങ്ങുന്നുണ്ട്. എന്നാൽ മറ്റൊരു ഭാഗത്ത് റോബിൻ ജീവനോട് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കുറെ അധികം ആൾക്കാർ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുവാണ്, അവരുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട്. കാരണം റോബിനെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ റോബിൻ അവരെ കൊല്ലും എന്നുള്ള പേടി കാരണം. ഇതെല്ലാം അവൾ ഒറ്റയ്ക്ക് അതിജീവിക്കാൻ ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളായിരുന്നു. അത് അവളുടെ അമ്മയുടെ വാക്കുകളാണ്. കരഞ്ഞുകൊണ്ട് പറഞ്ഞ ആ വാക്കുകൾ മാത്രമായിരുന്നു. പിന്നെ നമ്മുടെ സോള് റോബിനോട് പറയുന്ന കുറച്ചധികം കാര്യങ്ങളാണ്. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, റോബിനെ നീ ശ്രദ്ധിച്ചു കേട്ടോ, നീ ഒരിക്കലും ഈ ലോകത്ത് ഒറ്റക്കല്ല. ഒരു ദിവസം ഒരു ഡൗട്ട് പോലും ഇല്ല, ഒരു ദിവസം നിനക്ക് ട്രൂ ഫ്രണ്ട്സിനെ കിട്ടുന്നതായിരിക്കും. എന്നാൽ റോബിന് അതും തന്നെ പേടിയാണ്. കാരണം അവൾക്ക് ഒരാളെ പോലും വിശ്വസിക്കാനുള്ള ഒരു ധൈര്യം അവളുടെ മനസ്സിൽ വന്നിട്ടില്ല. അപ്പൊ സോള് പറയുകയും ചെയ്യും, നീ അതൊന്നും കുറിച്ച് ആലോചിക്കുകയോ വേണ്ട. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് നേരിടുക, അത്ര മാത്രം ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ റോബിൻ ജീവിക്കാൻ വേണ്ടി ഓരോ സ്ഥലത്ത് നിന്ന് ഓരോ സ്ഥലത്തേക്ക് ഓടി മാറിക്കൊണ്ടേയിരിക്കുവാണ്. പിന്നെ നമ്മുടെ പ്രസന്റ് ഡേ ആണ് കാണിക്കുന്നത്. അവിടെ നമ്മുടെ ഡോറിയും ബ്രോഗി എല്ലാവരും കൂടെ വെസ്റ്റേൺ വില്ലേജ് പോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ എൽബഫ് കണ്ട് ഞെട്ടിച്ചരിച്ച് നിൽക്കുകയാണ്. കാരണം എല്ലാം ഭയങ്കര വലുതാണ്, ഭയങ്കര മാജസ്റ്റിക് ആണ്, ഭയങ്കര അധികം ഭംഗിയാണ് ഈ നമ്മുടെ എൽബഫ് കാണാൻ. പെട്ടെന്ന് നമ്മുടെ ഉസോപ്പും ലൂഫിയും കൂടെ കിടന്ന് കാണുന്നുണ്ട്, ഞങ്ങളെ നോക്കാനെന്ന് പറഞ്ഞുകൊണ്ട്. അതേസമയം നമ്മുടെ റോബിനും ബോണിയൊക്കെ കൂടെ നോക്കാൻ നേരത്ത് കാണുന്നത് ഒരു ഷിപ്പ് പറന്നു വരുന്നതാണ്. അവർ പറക്കുന്ന നല്ല കട്ടിയുള്ള മേഘങ്ങൾ കൊണ്ടാണ് ഈ ഒരു ഷിപ്പ് പറത്തിക്കുന്നത്. അതേസമയം നമ്മുടെ വെഗാ പങ്ക് പറയുന്നുണ്ട്, എൽബഫിലെ ക്ലൈമറ്റ് പെർഫെക്റ്റ് ആണ്, ഇവിടെ എല്ലാം തന്നെയുണ്ട്. ഇസ്ലൻഡും സീ ക്ലൗഡ്സും റെയിൻബോസും ഹോവേഴ്സും എല്ലാം തന്നെ. എനിക്ക് തോന്നുന്നു എല്ലാ ടെക്നോളജിയും ഇവിടെയും കോഎക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. ലൂഫിനെ ഉസോപ്പിനെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഹജുറുദ്ദീൻ അവരെ അങ്ങോട്ട് വെൽക്കം ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നാമി നമ്മുടെ റോബിന്റെ മുടിനെ കുറിച്ച് പറയുന്നതാണ്. അവൾക്ക് അറിയാമായിരുന്നു റോബിൻ മുടി വെട്ടുവന്ന്. ഹജുറുദ്ദീൻ നമ്മുടെ സ്ട്രോ ഹാറ്റ്സിനെ എല്ലാവരും പുള്ളിക്കാരന്റെ കയ്യിലേക്ക് എടുത്തു വെച്ചിട്ട് പറയുന്നുണ്ട്, അങ്ങനെ ബോസ് യോങ്കോ ആയല്ലേ, അല്ലെങ്കിൽ ഞങ്ങളുടെ ബോസിൽ നിന്ന് എന്ത് ഞങ്ങൾ വേറെ പ്രതീക്ഷിക്കാനാണ്. ഞങ്ങൾ 4 പേര് ചേർന്നതാണ് ന്യൂ ജയന്റ് പൈററ്റ്സ്. അതേസമയം ഞങ്ങൾ 5 പേരുണ്ടെന്ന് പറഞ്ഞ് റോഡ് അവിടെ കിടന്ന് പറയുന്നുണ്ട്. റോഡിനെ അടിച്ച് കെട്ടി തൂക്കി ഇട്ടേക്കാണ്. ലൂഫി ആട്ടെ അത് സമ്മതിക്കത്തില്ല, എനിക്ക് സബോർഡിനേറ്റ്സ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് ലൂഫി കിടന്ന് കാറുന്നുണ്ട്. പക്ഷെ അവർ പറയുകയും ചെയ്യും, അത് നിന്റെ ചോയ്സ് അല്ലോ, ഇത് ഞങ്ങളുടെ ചോയ്സ് അല്ലേ. നിങ്ങൾ വാനൽ വെച്ച് ബിഗ് മോമിനെ ഡിഫീറ്റ് ചെയ്തെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു ഫുൾ നേഷൻ തന്നെ ഞെട്ടിപ്പോയിരുന്നു. ഗർഡപ്പ പറയുകയും ചെയ്യും, ലിലിനുമായിട്ട് ഞങ്ങൾ പണ്ട് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു, പക്ഷെ അവൾ ചെയ്തൊരു കാര്യം കാരണം ഞങ്ങൾക്ക് ഇപ്പൊ അവളോട് ഒരിക്കലും ക്ഷമിക്കാൻ സാധിക്കത്തില്ല. അപ്പൊ ബാക്കിയുള്ള ജെൻസ് പറയുന്നുണ്ട്, ഹജുറുദ്ദീന്റെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് പിന്നെ പറയാം, എന്തായാലും നമുക്ക് ഇപ്പൊ ഫുഡ് കഴിക്കാം, നമുക്ക് എന്തായാലും വെള്ളമൊക്കെ അടിക്കാന്ന് പറഞ്ഞിട്ട് ഒരു ബാറിലേക്ക് കയറാൻ വേണ്ടി പോകുന്ന നേരത്ത് ലൂഫി ഉസപ്പ് കിടന്ന് കാറുന്നുണ്ട്, എനിക്ക് വിശക്കുന്നുണ്ട്, എനിക്ക് ഇനി എനർജി വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അവരും കിടന്ന് കാറുവാണ്. അപ്പോഴേക്കും നമ്മുടെ റോബിൻ ലൂഫിനെ നൈസ് ആയിട്ടൊന്ന് വിളിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് സൗത്ത് വെസ്റ്റ് വില്ലേജ് ആണ്. റോബിനോട് പറയുന്നുണ്ട്, ഞാൻ ഒറ്റക്ക് പൊക്കോളായിരുന്നു, നിങ്ങൾ എല്ലാവരും കൂടെ വരേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ലൂഫി പറയും ചെയ്യും, അങ്ങനെയല്ല, ബാക്കിയുള്ള സ്ട്രോ ഹാറ്റ്സ് എല്ലാവരും ഇത് കാണാൻ വേണ്ടി കാത്തിരിക്കുവാണ്. ഗർഡപ്പ് പറയുന്നുണ്ട്, സോൾ എന്നോട് പറഞ്ഞായിരുന്നു റോബിനെ ഇവിടുത്തെ ലൈബ്രറി ഒക്കെ കാണിക്കണമെന്ന്, അതുകൊണ്ട് നമുക്ക് ആദ്യം നേരെ സ്കൂളിലേക്ക് പോകാം. ലൂഫി അപ്പൊ അത് സമ്മതിക്കത്തില്ല. ലൂഫി അപ്പൊ തന്നെ കിടന്ന് കാറുന്നുണ്ട്, അതൊന്നും വേണ്ട, ഡയറക്റ്റ് നേരെ അങ്ങോട്ട് പോക്കോ, എന്റെ ക്രൂമെന്നെ അത്രയും നന്നായിട്ട് നോക്കിയ ഒരാളെ എനിക്ക് ഗ്രീറ്റ് ചെയ്യണ്ടേ. സത്യം പറഞ്ഞാൽ റോബിനും ഇത് കേട്ട് ഞെട്ടുന്നുണ്ട്. ലൂഫിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു മറുപടി ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മുടെ സോള് എൽബഫിലെ ഒരു ടീച്ചറാണ് കേട്ടോ, അത് ഹിസ്റ്ററി ടീച്ചർ. പുള്ളിക്കാരൻ വേരിയസ് ഉള്ള ബുക്സിനെ കുറിച്ച് എല്ലാവർക്കും പഠിപ്പിച്ചൊക്കെ കൊടുക്കാറുണ്ട്. പുള്ളിക്കാരന്റെ ലൈബ്രറിയാണ് നമ്മളിപ്പോ കാണുന്ന ഈ സ്ഥലം. ഇതിന്റെ പേര് ഔൾ ലൈബ്രറി എന്നാണ്. ലൂഫി കാറി കൊണ്ട് സോളിനെ കാണാൻ വേണ്ടി പോകാൻ നിർത്തി നാമി നമ്മുടെ ലൂഫിനെ പിടിച്ചു വെച്ചിട്ട് പറയുന്നുണ്ട്, അത് റോബിന്റെ റീയൂണിയൻ ആണ്, അവൾ അങ്ങോട്ട് ആദ്യം പോട്ടെ. പെട്ടെന്ന് അവിടേക്ക് ഒരു ജയന്റ് ഓടുന്നുണ്ട്, പറയുന്നുണ്ട്, സോൾ അവിടെ താഴെ വീണ്, പുള്ളിക്കാരനെ എഴുന്നേക്കാൻ പറ്റുന്നില്ല, എന്താണ് സംഭവിക്കണമെന്ന് അറിയാൻ മേല, ആരെങ്കിലും ഒന്ന് വന്നു പറഞ്ഞുകൊണ്ട്. ലൂഫിക്ക് കേൾക്കാൻ നിർത്താൻ നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്, ഞങ്ങൾ അവനെ കാണാൻ വന്നതിൽ അതിനു മുമ്പ് വീണെന്നും പറഞ്ഞുകൊണ്ട്. നമ്മുടെ ചോപ്പർ പറയുന്നുണ്ട്, ഞാനൊരു ഡോക്ടറാണ്, ഞാൻ അവനെ നോക്കാമെന്നും പറഞ്ഞിട്ട് ആ ജയന്റ് നമ്മുടെ സോളിനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇല്ല, അവിടെ അവൻ വീണ് കിടക്കുന്ന കണ്ടൊന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ ഇത് കാണുന്ന നേരത്ത് നമ്മുടെ റോബിൻ കിടന്ന് ചിരിക്കുവാണ്. നിങ്ങൾ ആരും വരണ്ട, ഞാൻ തന്നെ പൊക്കോളാന്ന് പറഞ്ഞുകൊണ്ട് റോബിൻ ചിരിച്ചുകൊണ്ട് നേരെ അങ്ങോട്ട് പോകുവാണ്. എന്നിട്ട് അവൾ പറയും ചെയ്യും, ഞാൻ വെറുതെ കിടന്ന് ടെൻഷൻ അടിച്ചു. അതൊക്കെ നമ്മുടെ റോബിൻ നടന്ന് സോളിന്റെ അടുത്തേക്ക് എത്താൻ നേരത്ത്
പെട്ടെന്ന് പുള്ളിക്കാരൻ ചാടി നമ്മുടെ റോബിനെ പേടിപ്പിക്കും. എന്നിട്ട് കിടന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. പുള്ളിക്കാരൻ്റെ വിയേഡായിട്ടുള്ള ചിരി ഉണ്ടല്ലോ, ആ ഒരു ചിരിയും ചിരിച്ചുകൊണ്ട് ചോദിക്കുകയും ചെയ്യും, റോബിനെ നീ ശരിക്കും പേടിച്ചോ? എന്നാൽ റോബിന്റെ മുഖം കാണാൻ നേരത്ത് പുള്ളിക്കാരന് മനസ്സിലായി റോബിൻ പേടിച്ചില്ലെന്ന്, പുള്ളിക്കാരി ആ കൊച്ചു കുഞ്ഞല്ലെന്ന് പുള്ളിക്കാരന് മനസ്സിലായി. ഇവിടുത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാട്ട് എന്നാന്ന് വെച്ചാൽ 22 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ റോബിനും സോളും കൂടെ കണ്ടുമുട്ടുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും അവർ കണ്ടുമുട്ടിയത്. റോബിനെ എന്നിട്ട് പുള്ളിക്കാരന്റെ കയ്യിലേക്ക് എടുത്തു വെച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കട്ടെ, എത്ര നാളെ നിന്നൊന്ന് കണ്ടിട്ട്. കൊള്ളാം കേട്ടോ, നീ നിന്റെ അമ്മേനെ പോലെ തന്നെ എന്ത് സുന്ദരിയായിട്ടുണ്ട്. റോബിനെ നീ വെഗാപങ്ക് പറഞ്ഞ കാര്യമൊക്കെ കേട്ടിരുന്നോ? ഇല്ല, എല്ലാം ഒന്നും കേൾക്കാൻ പറ്റിയില്ല, ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ബാക്കിയൊക്കെ ഞാൻ പേപ്പറൊക്കെ വായിച്ചാണ് മനസ്സിലാക്കിയത്. വെഗാപങ്കിന്റെ വാക്കുകൾ ഒഹാരയുടെ ലെഗസി ആയിരുന്നു. ഹിസ്റ്ററി തന്നെ ആരും തന്നെ കേൾക്കാതെ കുഴിച്ചു മൂടേണ്ട വാക്കുകളാണ് അവൻ ഈ ലോകത്തേക്ക് കൊണ്ടുവന്നത്. അവൻ വളരെ നല്ലൊരു സയന്റിസ്റ്റ് ആയിരുന്നു. അവന്റെ ജീവൻ റിസ്കിൽ വെച്ചുകൊണ്ടല്ലേ ലോകത്തിന്റെ മുമ്പിലേക്ക് അവൻ എല്ലാം തന്നെ വിളിച്ചു പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ലോകത്തിന് ചെറിയൊരു ഫെയ്ത്ത് കിട്ടിയില്ലേ. റോബിൻ എന്നിട്ട് നമ്മുടെ സോളിന്റെ ആ മുറിവുള്ള ഭാഗത്തേക്ക് തൊട്ടിട്ട് പറയുന്നുണ്ട്, ഇത് വേദനിക്കുന്നുണ്ടോ? എവിടുന്ന്? ഞാൻ അത്ര പെട്ടെന്നൊന്നും മരിക്കത്തൊന്നുമില്ല. അന്നാ ഞാൻ ഐസിൽ പെട്ടുപോയിട്ട് ഒഹാറയിലുണ്ടായിരുന്ന ഒരു ഇൻഫർണോ കാരണം എനിക്ക് തോന്നുന്നു ആ ഐസൊക്കെ മെൽറ്റായി. അങ്ങനെയാണ് ഞാൻ സർവൈവ് ചെയ്തത്. കുറച്ച് നാൾ കഴിഞ്ഞാണ് നീയും സർവൈവ് ചെയ്ത കാര്യം ഞാൻ അറിഞ്ഞത്. പക്ഷേ എനിക്ക് ദേഷ്യം വന്നിട്ട് വരായിരുന്നു, എല്ലാവരും കൂടെ എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കിയത്. റോബിൻ എന്നിട്ട് നൈസ് ചിരിച്ചിട്ട് പറയുകയും ചെയ്യും, സോള് അതൊക്കെ ഡാർക്കായുള്ള കാര്യങ്ങളല്ലേ, നമ്മൾ വെറുതെ എന്തിനാ അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നത്. എന്നിട്ട് പുള്ളിക്കാർ പറയുകയും ചെയ്യും, നീ എന്നെ പൊഴുത്തുന്നില്ലേ, ഇത്ര നാൾ ഞാൻ ജീവനോടെ ഇരുന്നില്ലേ. പുള്ളി നമ്മുടെ റോബിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട്, ശരിയാണ്, ഒരു കൊച്ചും ഈ ലോകത്തിനെതിരെ നിൽക്കാൻ നേരത്ത് എന്തൊക്കെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചു കാണും. റോബിനെ നീ നല്ലൊരു കാര്യം തന്നെയാണ് ചെയ്തത്. നീ ഇത്ര നാൾ ജീവനോടെ ഇരുന്നില്ലേ, ഈ 22 വർഷം, അതുകൊണ്ടല്ലേ നമുക്ക് വീണ്ടും കാണാൻ സാധിച്ചത്. ഇതൊക്കെ കേൾക്കാൻ നേരത്ത് നമ്മുടെ റോബിന്റെ കണ്ണിന്ന് ചെറുതായിട്ട് കണ്ണുനീരൊക്കെ വരുന്നുണ്ട്. അടുത്ത പാനലിൽ പുള്ളിക്കാര് പൊട്ടിക്കരയുവാണ് റോബിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട്. അതേസമയം നമ്മുടെ സോള് നന്നായിട്ട് എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടന്ന് പൊട്ടിക്കരയുവാണ്. കാരണം പുള്ളിക്കാർ അവർ രണ്ടുപേരും നന്നായിട്ട് തന്നെ അവർ മിസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ സ്ട്രോ ഹാറ്റ്സും പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ ലൂഫി ഇതെല്ലാം കണ്ടു നന്നായിട്ട് ചിരിച്ചുകൊണ്ടിരുന്നുകൊണ്ടാണ് ഈ ചാപ്റ്റർ അങ്ങനെയോട് അവസാനിക്കുന്നത്. അടുത്ത ചാപ്റ്റർ ഇനി ഡിസംബർ 23 ആയിരിക്കും റിലീസ് ആകുന്നത്.